കഴിഞ്ഞ ദിവസം ഇപ്പൊ ഇവര് ജീവനോട് കൂടെയെങ്കിലും നിൽക്കുന്നുണ്ട്. താരതമ്യേന ആശ്വാസകരം. 2 വയസ്സുള്ള കുഞ്ഞ് മരണപ്പെട്ടു ചികിത്സാ പിഴവിനെ തുടർന്ന് തിരുവനന്തപുരത്ത്. കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് പേരറിയോ? അറിയോ? BJP പ്രതിനിധിക്ക് പേരറിയോ? അതെന്താ എസ്കേൻ? ഇവരൊക്കെ ജീവനോടെ ഇരിക്കുന്ന ഇവരുടെ പേര് നമുക്കറിയാം. 2 വയസ്സുള്ള ഒരു കുഞ്ഞ് ഡോക്ടർ SS ലാലിന്റെ നാട്ടിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1000 തവണ ചങ്കുപൊട്ടി മാതാപിതാക്കൾ നിലവിളിച്ച് പറഞ്ഞു ചികിത്സാ പിഴവിനെ തുടർന്ന് മരണപ്പെട്ടു. ആർക്കും അറിയില്ല എന്തുകൊണ്ടാ? സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചാൽ കുഴപ്പമില്ല. ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങൾ 2 തവണ ഇടപെട്ടു. എന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. എന്റെ ജില്ലയില് ഞാൻ ഡോക്ടറാണ്. പ്രൈവറ്റ് ആശുപത്രി ഗവൺമെന്റ് ഭരണമൊന്നുമില്ല, സർക്കാർ ഭരണം, സ്വകാര്യ ഭരണമില്ല. ഞാനൊന്ന് പറഞ്ഞു, CPM ഭരണം, കോൺഗ്രസ് ഭരണം. എന്നെ വിളിക്കാൻ CPM കാരെ കൂടുതൽ. BJP ഞാനിത് ഓവർലാപ്പ് ചെയ്ത് ഇടപെടില്ല. ഞാൻ 2 തവണ പറഞ്ഞപ്പോഴും എന്നേക്കാൾ മുമ്പേ ജനിച്ചു എന്ന വലിയ അത് നമ്മൾ എന്തിനാണ് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തെക്കാൾ എത്രയോ അറിവിലും പ്രായത്തിലും. പേര് പറഞ്ഞാൽ എനിക്ക് ഇടപെടും. സംശയം ചോദിക്കട്ടെ, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഈ ആരോഗ്യ വകുപ്പിന്റെ നടപടിയെടുക്കേണ്ട ആരോഗ്യ വകുപ്പിന് ഒരു വകുപ്പ് എന്തല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു ഭാഗം ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണെന്ന് തന്നെയാണ് നമുക്ക് അഭിപ്രായം. ഞാനൊന്ന് പറഞ്ഞു. നമ്മള് അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും ധൈര്യത്തിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അല്ലാതെ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉണ്ടാകുന്ന ഹോസ്പിറ്റലാണ് അത്. സർക്കാർ ജനങ്ങളോട് പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതിനെ പ്രൈവറ്റ് ഹോസ്പിറ്റലോട് താരതമ്യം ചെയ്യരുത്. അപ്പോ എനിക്ക് ഇത്രയേ ഉള്ളൂ. ഒന്ന്, നമ്മളുടെ മുമ്പിൽ അപ്പോ പ്രൈവറ്റ് ഓർ പബ്ലിക്, ബഹുമാനീയനായ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ഭാരവാഹി കൂടിയായിട്ട് ഡോക്ടർ SS ലാൽ പറഞ്ഞതുപോലെ എല്ലാ ജീവനും പ്രധാനപ്പെട്ടതാണ്. ആരുടെ ശരീരത്തിലും ഉണ്ടാകുന്ന കുഞ്ഞു പോറലും ഒരേപോലെ ചർച്ച ചെയ്യപ്പെടണം. പക്ഷെ നമ്മളിൽ പലർക്കും അറിയില്ല. 2 വയസ്സുള്ള കുഞ്ഞ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ട് ആ കുഞ്ഞിന്റെ പേരറിയില്ല. അത് ലെറ്റ് മീ കംപ്ലീറ്റ്. അത് നിർഭാഗ്യകരമാണ്. അത് അങ്ങേയറ്റം ഒഴിവാക്കപ്പെടേണ്ടതാണ്. ജീവനും മനുഷ്യ ശരീരവും ഏത് പ്രൈവറ്റ് പബ്ലിക് വ്യത്യാസമില്ലാതെ ഒരേപോലെ ചർച്ച ചെയ്യപ്പെടണം. അപ്പോഴാണ് അത് സങ്കുചിത രാഷ്ട്രീയത്തിന് അതീതമാകുന്നത്. അത് ആത്യന്തികമായി മനുഷ്യ പ്രശ്നമായി മാറുന്നത് അപ്പോഴാണ്. പിന്നെ ഒറ്റ കാര്യം, ഇത് വീണ്ടും പറയുന്നു, ഇപ്പോൾ കേരളത്തിന്റെ ലൈഫ് എക്സ്പെക്ടൻസി റേറ്റ്, അതേപോലെ തന്നെ കേരളത്തിന്റെ ലിറ്ററസി റേറ്റ്, ഇതൊക്കെ കേരളം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് തന്നെ ഇല്ലേ? പോളിസി മാറ്റേഴ്സ്. ഞാൻ അങ്ങയോട് ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് കണക്ക് പറഞ്ഞ എത്രയാണ്? 2016 കേരളം തുടങ്ങുന്ന സമയത്ത്, ഈ ഗവൺമെന്റിന്റെ യാത്ര ആരംഭിക്കുന്ന സമയത്ത് മദർ മോർട്ടാലിറ്റി റേറ്റ് 43 ആണ്. ഇപ്പോൾ 19 പോസ്റ്റ് കോവിഡിലും. പിന്നെ ഇത് എന്തൊരു ഇൻടോളറൻസ് ആണ്! ഇത് എന്തൊരു ഇൻടോളറൻസ്! ആങ്കർ എന്ന നിലയിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളും കേൾക്കുന്ന മനുഷ്യനും വിലയിരുത്തട്ടെ. അദ്ദേഹം 4 തവണ ഇടപെടുന്നു. എത്രയോ ഇൻടോളറൻസ്. അദ്ദേഹത്തോട് എനിക്ക് വിയോജിപ്പില്ലേ? അദ്ദേഹം പറയുന്ന പലതിനോടും എനിക്ക് അതേ വാക്ക് ഉപയോഗിച്ച് തിരിച്ചു പറയാൻ പറ്റില്ലേ? ഞാൻ ഇടപെടുന്നില്ലല്ലോ. അത് മര്യാദയല്ല. ഞാൻ പഠിച്ച രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പഠിച്ച സ്കൂളിൽ മര്യാദയായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.